അമ്മയുടെ തല നിറച്ചും പേനായ അമ്മേ. ഇത്ര നാൾ ഇത്രയും പേനില്ലായിരുന്നല്ല, ഇതെങ്ങനെ പെട്ടെന്നു? എത്ര നാളും എൻ്റെ തലയിൽ പേനില്ലായിരുന്നെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അതിന് നീ എൻ്റെ തലയിൽ പേനൊന്നും നോക്കിയിട്ടില്ലല്ലോ. പിന്നെ എൻ്റെ തങ്കം വല്ലപ്പോഴും ഒന്ന് നോക്കി തന്നാലായി. എന്റെ പൊന്നെ, ഇതുവരെ ഞാൻ അമ്മയുടെ തല നോക്കി തന്നിട്ടില്ലേ? നമുക്ക് ഭയങ്കര മറവിയാട്ടാ. എന്നിട്ട് എന്റെ തങ്കം മാത്രമേ നോക്കത്തുള്ളൂ. എന്താടി നിറച്ചും പേൻ ചേച്ചി തലയില്. അപ്പൊ ഞാൻ ചോദിച്ചു അമ്മയുടെ തല നിറച്ചും പേനാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഇത്ര നാളും ഇല്ലായിരുന്നല്ലോ. ഇനി ഇത്ര നാളും ഇല്ലായിരിക്കാനായിട്ട് നീ എന്റെ തലയിട്ട് നോക്കി തരത്തില്ലല്ലോ, വല്ലപ്പോഴും എന്റെ തങ്കം വന്ന് നോക്കി തരുമെന്ന്. ഞാൻ നോക്കി കൊടുക്കാറില്ലേ ചേച്ചി? എനിക്ക് ഓർമ്മയില്ല നിനക്ക്. എന്റെ പൊന്നോ, നിങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ്. എന്ത് സെറ്റ്? മകളും അമ്മയും കൂടെ, മരുമോള് പുറത്ത്. അയ്യേ ഞാൻ അമ്മയുടെ തല ചേച്ചിനെ കാണിച്ചോണ്ടല്ല ഞാൻ നോക്കി കൊടുക്കുന്നത്, ഞാൻ നോക്കി കൊടുക്കും. എന്നാലും എപ്പോഴെങ്കിലും നീ കൊച്ചിന്റെ തല നോക്കി കൊടുക്കണ കാണാറുണ്ട്, ഇവന്റെ തല മസാജ് ചെയ്യുന്നത് കാണാനുണ്ട്. നീ തല ചെയ്യുന്ന അമ്മയുടെ തല നോക്കി കൊടുക്കണ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട് ഏട്ടാ. ഫസ്റ്റ് അമ്മ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലേ? ഓർമ്മയിൽ പോലും ഇല്ലേ? ഭയങ്കര മറവിയായിട്ടുണ്ട്. വല്ല കാലത്തും ഒന്ന് നോക്കിയാലായി. അത് എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിട്ട് നോക്കിയെങ്കിലായി. വല്ല വിധത്തിലൊന്നും ഞാൻ എന്തിനാ അമ്മേനെ സോപ്പിടണേ? എന്റെ പൊന്നെ, ഞാൻ വല്ല വിധത്തിലൊന്ന് ഒതുക്കി വെച്ചിരിക്കുക 5-6 ഇതുള്ളത്. നീ അത് വലിച്ചു പറിച്ച് കളയാതിരി. പേന അവിടെ കിടക്കട്ടെ. അതൊന്ന് അഴിച്ചിടുവായിരുന്നെങ്കിൽ ഞാനൊന്ന് എന്താണ് ചേച്ചി? എനിക്കൊരു കാര്യം സാധിക്കാനില്ല, ചേച്ചിക്കാണ് എന്തെങ്കിലും കാര്യം സാധിക്കാനില്ല. ചേമ്പുമൂല ജംഗ്ഷനിൽ ഗണപതിയുടെ ഒരു കോവിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ മുഴുവൻ അമ്മ അല്ലാത്ത സമയത്ത് കുളിക്കണേന് മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് ഇതാക്കി കൊടുക്കണം. എനിക്ക് വേറെ ഒന്നും എന്നെ കാണിക്കും. എന്റെ പൊന്നു മോളെ, നല്ലതെന്നാ പറയുന്നത്. അല്ലെങ്കിൽ നീയും നിന്റെ പോലീസ് അവിടെ കള്ളനെ പിടിക്കാൻ പോയി നിൽക്കുന്നു. അവിടെ എന്നെ വിളിച്ച് കാര്യം ചോദിക്കുമ്പോ വഴി പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാൻ പോയി. അവിടെ നിങ്ങളുടെ ആലപ്പാണ് DGP കേട്ടത്. ഇതെന്ത് പാടുന്നു? നിന്റെ DGP-നോട് പോകാൻ പറ. ഞങ്ങളുടെ ഉമ്മറത്ത് വന്നിരുന്ന് വർത്തമാനം പറയുന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അങ്ങോട്ട് പോ. എന്തിന് നീ ഫോൺ ചെയ്യണതിന് മുമ്പ് ഞങ്ങൾ വർത്താനം പറഞ്ഞു തുടങ്ങിയതല്ലേ? പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞ നിർത്തുന്നത് നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. ചേച്ചി പറഞ്ഞതാ കറക്റ്റ്. ഏട്ടന് ഫോൺ വന്നപ്പോഴത്തേക്ക് അകത്ത് പോയിട്ട് വാതിലടച്ച് സംസാരിക്കാൻ വയ്യായിരുന്നു. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കാറിൽ പോകുന്നു. ആ സമയത്ത് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കോൾ വരുന്നു. അപ്പോൾ നിങ്ങൾ അലച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ കാറിൽ വെളിയിൽ പോകണോ? ഇപ്പൊ കാറിലാണോ? ഇപ്പൊ മുറ്റത്തല്ലേ? ഇത് എന്തോരം സ്ഥലം കിടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പോയി സംസാരിക്കാൻ വയ്യ. വിവരക്കേട് പറയരുത്. ഉള്ള കാര്യം പറഞ്ഞേക്കാം. പറയാതരാ. ഇവിടെ ആരടാ വിവരക്കേട് പറഞ്ഞത്? നിനക്ക് ഫോൺ വന്നെങ്കിലേ ഇവിടെ വലിയ തിരക്കാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി എന്ന് ഫോൺ ചെയ്യണം. അതാ വേണ്ടിയത്. ആ പ്രായമുള്ള അമ്മയ്ക്ക് വരെ കാര്യം അറിയാം. ബഹളത്തിന് നടുക്ക് വന്നിരുന്നിട്ട് പറയാ DGP കിട്ടുമെന്ന്. ഇവനും അവൻ്റെ ഞാൻ ഇനി വർത്താനം പറയൂ കേട്ടോ. നിങ്ങളുടെ സാറിന്റെ കാര്യം എടുത്തോ ഞങ്ങൾ മിണ്ടായിരുന്നു. എടുത്തോ, മിണ്ടത്തില്ലെന്ന് അതൊന്നും പറയാൻ പറ്റില്ല. അമ്മ കൂടെ പറഞ്ഞപ്പോഴേ ആള് വെട്ടുപോയി. ദേഷ്യം വന്നു. ക്ലീറ്റസ് എവിടെ? ഇതാണ് ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് ഭയങ്കര മറവിയായിട്ടുണ്ടെന്ന്. ക്ലീറ്റോ ചേട്ടൻ ഒരാഴ്ചയായിട്ട് നമ്മുടെ പുറകെ നടക്കുന്നില്ലേ? എന്നിട്ട് പാർട്ടിക്കാരുടെ എന്താ കുടുംബ സംഗമവും ചർച്ചാ ക്ലാസ്സും എന്ന് പറഞ്ഞിട്ട് അമ്മയോടും വന്ന് പറഞ്ഞില്ലേ ചെല്ലണോന്ന്? അമ്മ അത് മറന്നില്ലേ? ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് മറവി. അതാണ് ഞാൻ തല നോക്കി തരുന്ന കാര്യം പോലും അമ്മ മറന്നു. ചേച്ചി എന്താ പറഞ്ഞത്? പാർട്ടി ക്ലാസ്, കുടുംബ സംഗമം. ഈ കുടുംബ സംഗമത്തിന് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ നുണയും കൊതിയും പറഞ്ഞിരിക്കാന്ന് വെക്കാം. ഈ പാർട്ടി ക്ലാസ്സിന് ഉറക്കം തൂങ്ങി ചാകൂടി. ഇപ്രാവശ്യം എന്താന്നാ ക്ലാസ്? ട്രംപ്. അത് തന്നെ. അതിന്റെ 2ാമത്തെ വരവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭരണത്തിൽ വന്നത് അല്ലേ? അതാരത്? എനിക്കൊന്നും മനസ്സിലായില്ല. അത് എങ്ങനെയുണ്ട്? അമേരിക്കൻ പ്രസിഡന്റ് ചേച്ചി ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പോയിട്ട് എന്താണ്ട് എനിക്കതൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി. ഞാൻ കൂടി അവിടുന്ന് എല്ലാരും ഇങ്ങനെ ഉറക്കം തൂങ്ങുക. പിന്നെ നോക്കുമ്പോഴത്തേന് സമൂസ ഇവിടെ രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞ് ഒച്ച കേട്ടു. ഞാൻ എന്നിട്ട് കണ്ണുറന്ന് നോക്കിയപ്പോഴത്തേക്കും സമൂസ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തോണ്ടെടുക്കുക, സമൂസയും ചായയും. ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ആരും നോക്കാൻ ക്ലീറ്റോന്റെ ഭാര്യയായിട്ടുള്ള എനിക്ക് കിട്ടിയില്ല. എല്ലാ പെണ്ണുങ്ങളും 2-3 ഒക്കെ എടുത്തുകൊണ്ട് പോയി ഇവര് കുറച്ചൊക്കെ ആയിരിക്കും വാങ്ങിച്ചേക്കുന്ന ക്ലീറ്റോ ചേട്ടൻ പട്ടിക്കാരില്ല. ഒന്നുമല്ല, പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ 2-3 വീതം ഉണ്ട്. എനിക്ക് മാത്രം കിട്ടിയില്ല. അത് ഉറങ്ങിയിട്ടാ കിടന്നു. എല്ലാവരും ഉറങ്ങുമായിരുന്നില്ല. ഇങ്ങോട്ട് എടി പുറകോട്ട് വന്നില്ല. ഞാൻ പുറകിലായി പോയി. ഇത്ര ദിവസം അറിയാം എനിക്ക് ആ വിഷമം ഉണ്ടായത്. എനിക്ക് പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി. ഞാൻ ഏട്ടാ സമ്മതിച്ചില്ല.
കഴിഞ്ഞു കാണുമായിരിക്കും. കഴിയടാ എന്താടാ ക്ലീറ്റോനൊന്നും കണ്ടില്ലല്ലോ. അവിടെ നേതാക്കന്മാരെല്ലാം വലിയ ചർച്ച നടക്കുന്നു. കഴിഞ്ഞ ഭയങ്കര പരിപാടിയായിരുന്നു. നല്ല ആളായിരുന്നു. ശരിക്കാളുണ്ടായിരുന്നു. നല്ല മൊരിഞ്ഞ വട സപ്ലർ ഞാനായിരുന്നു. കിട്ടിയ എല്ലാവർക്കും തികഞ്ഞ. ട്രേക്കകത്ത് ഈ സാധനം കൊണ്ട് വെച്ചപ്പോ തന്നെ എനിക്ക് ഡൗട്ട്, ആള് കുറവും വട കൂടുതലും. 2ഉം 3ഉം വെച്ച് കൊടുക്കാണ്ടായിരുന്നു. ഞാൻ കുറച്ച് കൊണ്ടുവരായിരുന്നില്ലേ ഇങ്ങോട്ട്? അതെങ്ങനെ കൊണ്ടുവരും? അതെന്താ അങ്ങനെയൊക്കെ ആയത്? 2ഉം 3ഉം അത് ആള് അതെന്താ അങ്ങനെയൊക്കെ പോയത്? ആള് കുറവായിരുന്നു. വട കൂടുതലെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ആർക്കെ എന്തൊക്കെ പരാതി പറഞ്ഞിട്ട് ഇപ്രാവശ്യം കൂടുതൽ കൊടുത്തു. പോയിരുന്നെങ്കിൽ ചേച്ചിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷമം മാറി കിട്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം സമൂസ കിട്ടിയില്ലല്ലോ. ഈ പ്രാവശ്യം കുറച്ച് ക്ലീറ്റ വരൂലേ ഇപ്പൊ? മിക്കവാറും സമയം എടുക്കുമായിരിക്കും. ആണോ? ചോറ് വിശക്കണം. എടാ ട്രേ എന്തി കൊണ്ടുവരാഞ്ഞ്? ട്രേ നമ്മുടെ ട്രേ അവിടെ ഉണ്ട്. ഞാൻ കണ്ടതൊന്നുമില്ല. ഏത് ട്രേ? ഏത് ട്രേ? എടി ഞാൻ ഇവിടുന്ന് മേടിച്ചില്ലേടി ഒരു വെള്ള സ്വർണ്ണപ്പിടിയുള്ള. അത് ചായ അവിടെ കൊടുക്കാൻ വേണ്ടിട്ട് ട്രേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ആ പുതിയ ട്രേ എടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ എടുക്കാതെ വെച്ചതായിരുന്നു. അപ്പൊ ആ ചേച്ചനോട് പറയായിരുന്നില്ല അത് വരുമ്പോ കൊണ്ട്? അത് വച്ചം വരുമ്പോ കൊണ്ടുവരും. അത് പോയി എടുത്തോണ്ട് വരായിരുന്നില്ലേടാ. വിശന്നിട്ട് ഇങ്ങോട്ട് ജയ് വിളിച്ചിട്ട് വായോ ആയിരിക്കും. അത് അവിടെ കിടക്കും. ഞാൻ പോയിട്ട് വരാമേ. തല നോക്കണോ? വേണ്ട. അയ്യോ അമ്മ. അയ്യോ അമ്മ അമ്മ മുത്തു ചേച്ചി ഡോക്ടറല്ലേ ആക്കാൻ പോകുന്നേ? അപ്പം ഞാൻ ഡോക്ടർ ആവൂല. പിന്നെ നീ എന്താ ആവാൻ പോകുന്നു? ഞാൻ വലിയ കാർ ഓടിക്കുന്ന ആളാവും. ഡ്രൈവറോ? ഊണ് സമയത്ത് അപ്പം കഴിക്കുന്നേ? അവന് ചോറ് വേണ്ടാന്ന്. അതിനാ? അവന് ഇഷ്ടമല്ലല്ലോ ചോറ്. ഇഷ്ടമല്ല, വാരി കൊടുത്തില്ലെങ്കിൽ തിന്നൂല്ല. എടാ നാണക്കേടാടാ കാളെ പോലെ വളർന്നിട്ട് വാരി കൊടുക്കാന്ന് പറഞ്ഞു. എത്ര വയസ്സായി? സ്വന്തമായിട്ട് എടുത്ത് കഴിച്ചുകൂടെ? സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും. എന്ത് കൊടുത്താലും തിന്നൂല. പിന്നല്ലേ വാരി കൊടുത്താല് ജീവൻ നിലനിൽക്കണ്ടേ? അതിനൊക്കെ എൻ്റെ കുട്ടിക്കാലം 2 വയസ്സായപ്പോൾ മുതൽ എന്ത് കിട്ടിയാലും ഞാൻ സ്വന്തമായിട്ട് കഴിക്കും. നിനക്കെങ്ങനെ അറിയാം? 2 വയസ്സിൽ നീ നിനക്ക് അതൊക്കെ ഓർമ്മയുണ്ടോ? അമ്മച്ചപ്പച്ചനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊച്ചിലേ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുമായിരുന്നു. അത് ചിലപ്പോൾ ശരിയായിരിക്കും. നീ വയറ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ വാരി തിന്നുമായിരുന്നെന്ന് എനിക്ക് തോന്നണേ. നല്ല കോമഡി. കൊള്ളാം കേട്ടോ, കൊള്ളാം. മോനൊക്കെ വിട്ടിട്ട് കടിച്ചു. നല്ല കോമഡി. പിന്നെ പണ്ടത്തെ കാലമാണോ? അന്ന് എന്തൊരു വിശപ്പ എല്ലാവർക്കും. ഭക്ഷണം വല്ലതും ഉണ്ടോ? അതെ. ചീനി പിടിക്കുന്നത്, ചക്ക വേവിച്ചത്, വെള്ളം, ഇതൊക്കെ കുടിച്ചിട്ടാണ് രാവിലെ ഭാഗം തൂക്കി എന്തെങ്കിലും സഞ്ചിക്കകത്ത് ബുക്കും മാറിയിട്ട് നേരെ സ്കൂളിൽ ചെല്ലും. സ്കൂളിൽ ചെന്ന് അസംബ്ലി കഴിഞ്ഞ് ടീച്ചറെന്ത് പഠിപ്പിക്കുന്നത്? അമ്മ എനിക്ക് രാവിലെ മുട്ട തന്നു, പാല് കുടിച്ചു, കഴിക്കാത്തതിന് അമ്മ വഴക്ക് പറഞ്ഞു. ഇതൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? മറക്കാൻ പറ്റുമോ? ഭയങ്കര വിശപ്പല്ലേ? ഞാൻ പറയുന്നത് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇന്നത്തെ കുടുംബ സംഗമത്തിന് വരാത്ത എല്ലാവനെതിരെയും ശക്തമായിട്ട് നടപടി എടുക്കണം. അത്രേ ഉള്ളൂ. അത് നീ ഒന്നും വിചാരിക്കണം, ബാക്കി ഞാൻ സംസാരിച്ചോളാം. ശരി ഓക്കെ. എന്തൊരു കഷ്ടമാണ്. ഒരു മീറ്റിങ്ങിന് വരാതിരുന്ന പിന്നെ ഇത്ര ശക്തമായ നടപടി എടുക്കാൻ എന്നാ ഉള്ളേ? എന്തോ മീറ്റിങ്ങിന് വന്നില്ല എന്ന് പറഞ്ഞ് തൂക്കി കൊല്ലുവോ നിങ്ങള്? ഈ മീറ്റിങ്ങിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പാർട്ടിയിൽ ചേരുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് എല്ലാവരും കുടുംബത്തോടെ വരാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തിനും നാട്ടുകാരെ പറയണത്? സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരൊറ്റ എണ്ണം വന്ന ലില്ലിമോള് വരുമെന്ന് വിചാരിച്ചു. അവള് വന്നില്ല. എന്തിനാ അവളെ പറയണ്ട? ഭാര്യ വന്നില്ലല്ലോ. ഞാൻ വരാതിരുന്നത് എനിക്ക് ഈ പ്രസംഗം കേട്ടാൽ എനിക്ക് ഒന്നും മനസ്സിലാവൂല. അത് തന്നെയല്ല, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസംഗത്തിൽ ഒരു പരാതി ഉണ്ടായി. പ്രസംഗത്തിലല്ല, മീറ്റിങ്ങിൽ വന്നിട്ടേ ഒരു സാധനം കൊടുത്ത് എല്ലാവർക്കും കിട്ടണ്ടോന്ന് നോക്കണ്ടേ. എനിക്കൊന്നും എന്റെ അടുത്തിരുന്ന എനിക്കും 2-3 പെണ്ണുങ്ങൾക്കും സമൂസ കിട്ടിയില്ല. എനിക്ക് ദേഷ്യം വന്നത് കണ്ടു. പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങിൽ വരാത്തവർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടം തന്നെ. അത് ക്ലീറ്റ മച്ചൻ പറഞ്ഞ കറക്റ്റ് കാര്യം. നല്ല സൂപ്പർ മൊരാന്നുള്ള ഉഴുന്നോടെയായിരുന്നു. ഉഴുതുവട വലക്കട മൂട് പോടാ അവിടെ നിന്ന്. എടാ, ആ തോമസ് കുര്യൻ സാറിനെ പോലുള്ള ഒരു ബുദ്ധിജീവിയുടെ പ്രസംഗം എന്തൊരു പ്രസംഗമായിരുന്നു. ഞാനീ വിളമ്പുന്ന സെക്ഷനിലായിട്ട് പ്രസംഗം കേട്ടില്ല. എന്തോ കൊച്ചാട്ടൻ പറഞ്ഞേ? അത് ഈ കുറച്ച് സാഹിത്യം കലർന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒന്നുകൂടെ കേട്ടാലേ മനസ്സിലാവും. ഞാൻ അടുത്തൊരു വേദി ഇവിടെ ഉണ്ട്. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ഈ കേട്ടാ മനസ്സിലാവില്ലാത്ത പ്രസംഗം കേട്ടില്ലാത്തതാണോ ഇത്ര വലിയ കുഴപ്പമായത്, വലിയ നഷ്ടമായത്? നിങ്ങൾ വരാത്തവരിനി പല ന്യായങ്ങളും പറയും. പിന്നെ ക്ലീറ്റ, എന്റെ ട്രേയുടെ എന്തോന്ന് ട്രേ? ചായ കൊടുക്കാൻ വേണ്ടിട്ടേ ഇവിടെ പെരക്കാതിരുന്ന ട്രേ അങ്ങോട്ട് എടുത്തോണ്ട് പോയായിരുന്നോ? അവിടെ കാണും. അത് ആരെങ്കിലും വരുമ്പോ കൊണ്ടുവരും. ഇങ്ങോട്ട് നോക്കിയാ അവിടെ കാണൂന്നോ?
നല്ല ട്രേ അകത്തിരുന്നത് എടുത്തോണ്ട് പോയിട്ട് പറയാം അവിടെ കാണൂന്ന്. അതെ, ട്രേ അല്ല അവിടെ ഉണ്ട്, അതിന് കൊണ്ടുവരും. നീ കഴിക്കാൻ വല്ലോ മനുഷ്യൻ കഴിക്കാനൊന്നും എടുക്കണില്ല ക്ലീറ്റോ. എനിക്കൊരു ആവശ്യം വന്നിട്ട് പോലും ഞാൻ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ വെറുതെ പാത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കൊടുക്കണത്. അത്ര നല്ല ട്രേ ആയിരുന്നു, അതുകൊണ്ട് കളഞ്ഞാലോ. മനുഷ്യൻ വിശന്ന് ഈ കുടല് കരിഞ്ഞിരിക്കുകയാണ്. കഴിക്കാൻ വല്ലതും തരുമോ? ട്രേ ഇല്ലാതെ പറ്റൂലടി. ഇല്ല, ട്രേ ഇല്ലാതെ പറ്റൂല. എന്റെ ട്രേ എടുത്തോണ്ട് അതിനി അവിടെ കിടന്ന് എവിടെയെങ്കിലും പോകും. നീ ട്രേയിലല്ലേ ഇപ്പൊ ചോറ് വിളമ്പണത്? അതങ്ങോട്ട് എടുത്തോണ്ട് വാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവിടെ കൈ പിടിച്ചോണ്ട് ചായ കൊടുത്താൽ മതിയായിരുന്നല്ലോ. എന്തിനാ എന്റെ ട്രേ എടുത്തോണ്ട് പോയത്? നിന്റെ ട്രേ കൊണ്ട് തരാന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ചോറ് പുഴുങ്ങി തിന്നൂലായിരിക്കും. ട്രേ പുഴുങ്ങി തിന്നാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ചോറ് എടുക്കാൻ പറ്റൂടി? ഇല്ല, എടുക്കാൻ പറ്റൂല. പറ്റൂല, നീ ചോറ് എടുക്കണ്ട. മനുഷ്യൻ വിശന്ന് കയറി വരും, അവർക്ക് ട്രേ ഇല്ലാതെ അവർക്ക് പറ്റൂല. വെളിയിൽ ചോറ് ഇട്ടു ഞാൻ നോക്കട്ടെ. അവിടെ പെണ്ണുങ്ങൾ 60 ചോറ് മീനും വെച്ചിട്ടുണ്ട്. ഉണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എടുത്തു തരാം. ഇത് കുറെ കഷ്ടമായിട്ടുണ്ടല്ലോ. നീ ആ പ്ലേറ്റ് കെട്ടുപിടിച്ചോണ്ടിരുന്നാ മതി കേട്ടാ. കൊറേ നാളായിട്ട് ഞാൻ ക്ഷമിക്കണം. കഴിച്ചിട്ട് കൊറേ തലയിൽ കയറണം. വേണ്ടാന്ന് വെക്കുമ്പോ കളിക്കുന്നവള് എന്താ എന്താ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞോടി. ഞാനൊരു കാര്യം ഇവിടെ നഷ്ടപ്പെട്ടോണ്ടല്ലേ എടുത്തു തരാൻ. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് നഷ്ടപ്പെട്ട ഈ ലോകത്ത് തന്നെ ഇല്ലാതായി പോയൊന്നുമില്ലല്ലോ. കാര്യം പറയാ. എന്താ ഇതൊന്നും കണ്ടില്ലല്ലോ. നീ വലിയ ചടക്കരുത്. കുറച്ച് സ്വാതന്ത്ര്യം തരുമ്പോ തലയിൽ കയറണ്ട. കാര്യം വെച്ചാൽ നിസാര ഒരു കാര്യം. നിസാര കാര്യമാണ്. നിസാര കാര്യമല്ലാണെങ്കിൽ ഈ ചവിട്ടാടം കളിക്കില്ല ഇവിടെ. എന്താ കാര്യടാ? എടാ, ഇവിടെ ഒരു ട്രേ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലേടി, അതിപ്പോ വന്ന് പാർട്ടി ക്ലാസ്സിനെ ഇപ്പൊ വന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടാവും, പിന്നെ എപ്പോഴെങ്കിലും കൊണ്ടുവരാന്നൊക്കെ. അത് ഞാൻ വരുമ്പോ കൊണ്ടുവരാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ കേക്കണ്ടേ, സമാധാനം തരണ്ടേ? സമാധാനം തരാതിരുന്ന എനിക്ക് അപ്പോഴേ മനസ്സിൽ തോന്നി അത് ഇനി കിട്ടൂല. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. അത് കിട്ടുന്ന മാഞ്ഞു പോയാ ഒരു ട്രെയിനല്ലോ അത് അവിടെ ഉണ്ട് പാർട്ടി ഓഫീസിൽ. ഞാൻ പോകുമ്പോ വെറുതെ കിടന്ന് തുള്ളണം. ഇത്ര തുള്ളേണ്ട കാര്യമൊന്നും വന്നില്ല അവിടെ. കാര്യമില്ല. നീ സമാധാനം തന്നാടി. ചോറ് തിന്നാൻ വേണ്ടി ചോറ് എടുക്കാൻ പറഞ്ഞപ്പോ അവള് ട്രേ ഇല്ലാതെ അവള് ഒരു വകയും തരൂല. ലാസ്റ്റ് പറഞ്ഞല്ലോ ചോറ് തരാം. ലാസ്റ്റ് തരാം. നിന്റെ സൗകര്യത്തിന് തിന്നാ ഞാൻ ആരടി നിന്റെ അളിയാ. അത് പോട്ടെ. അവള് കൊണ്ടുവരുമല്ലോ ട്രേ. പിന്നെ നീ ഇല്ല. ഇനി ആ ട്രേ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കുള്ളൂ. പെണ്ണിനുണ്ടല്ലോ നിങ്ങൾ വളർത്തി പാഴാക്കി വെച്ചേക്കാണ്. എന്നാ ഇവിടുന്ന് കഴിക്കുവാ. ഇതേണ്ടേ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയുക. ആദ്യം ഭർത്താക്കന്മാരോട് സംസാരിക്കാൻ പഠിക്കണം. നിനക്കില്ലെങ്കിലും കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ തങ്കം. എന്റെ ക്ലീറ്റച്ചിന്റെ സ്ഥാനത്ത് എന്റെ കെട്ടിയോനെങ്ങാനും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ, എന്നെ കൊന്ന് കുഴിച്ചു മൂടിയന്. എന്തായാലും നന്നായി. എന്നെ പറഞ്ഞാ മതി. ഞാൻ ട്രേ എടുത്തിട്ടതാണ് ഈ കുഴപ്പം. സത്യം. നിനക്ക് വകതിരിവെന്ന് പറയണതുണ്ടോ? ആ മനുഷ്യൻ ചോറിന് കഴിഞ്ഞിട്ട് എന്നെ ഓർമ്മിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. ഓർമ്മപ്പെടുത്തേണ്ടത് എന്റെ കടമ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞ ഉടനെ ഇങ്ങനെ കലി തുള്ളി ഇറങ്ങാൻ ഞാൻ പറഞ്ഞു. ഇങ്ങനെ നിൽക്കും അട്രേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിക്ക് ഉണ്ടായിരുന്നു. ചേച്ചി പിന്നെ റൊണാൾഡോ ചേച്ചൻ വന്നപ്പോ തന്നെ ട്രേ എവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കില്ലാത്ത പോലെ. പോയത് ഹോട്ടലിൽ പോയി കഴിക്കണ്ടേ? ഈ ഹോട്ടലിൽ കൊണ്ടുപോയി പൈസ മുടക്കാൻ പാകത്തിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നെ രുചിയായിട്ട് കഴിക്കട്ടെ വീട്ടുവച്ചോട്ട് വിചാരിച്ചിട്ടുണ്ടാവും. അതെന്താ ഞാൻ ഉണ്ടാക്കണ രുചിയില്ലേ? അതല്ലേ ചേച്ചി, ഡെയിലി ഇവിടുന്നല്ലേ കഴിക്കുന്നത്. ഒരു ചേഞ്ച് ആരാ ഇഷ്ടപ്പെടാത്തത്? ഇതിനകത്ത് എന്റെ തെറ്റല്ല. ഇത് എന്റെ തെറ്റല്ല. വാശി. ഞാൻ വിളിച്ചില്ലേ? അവൻ കൊണ്ടുവരെന്ന് പറഞ്ഞല്ലോ. അല്ലെ തന്നെ ട്രേ ട്രേക്ക് വില ഇല്ലേ? താഴെ ആഹാരം റദ്ദ് ചെയ്തപ്പോ മേളിൽ നിന്നെങ്കിലും വല്ലതും കഴിക്കണ്ടേ? ഏത് വീടായാലും ഒരേപോലെ അല്ലേ? കൈത്താങ് വെച്ചോ. ആ കൊടങ്ങാവളെ രുചി അതേപോലെ ഇപ്പോഴും ഉണ്ട്. എന്താന്ന് പറയാ, ഞാനിന്ന് മറ്റേ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് വെച്ചത്. അത് അത്രയും ടേസ്റ്റ്. വീട്ടോ ചേട്ടന് ഇങ്ങനെ വെക്കണ ഭയങ്കര ഇഷ്ടം. ഇവിടുന്ന് വന്ന് കഴിച്ചിട്ട് പോകാനുള്ളതിന് വെറുതെ വെറും വയറ്റ് പോയി. അങ്ങനെ പോകാതിരിക്കും. അമ്മാര് ചാട്ടോട്ട് ചാടിയോ? ഭയങ്കര വഴക്കാരുന്ന. പിന്നെ ചേച്ചിക്കാണെങ്കിൽ ചേച്ചിയുടെ എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ലെങ്കിലില്ലേ വെപ്രാളമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ചോദിച്ചാ പോരായിരുന്നാ? ചോദിക്കത്തില്ല. നിങ്ങൾ ആരും പെണ്ണുങ്ങൾ ചോദിക്കത്തില്ല. ഞാൻ റോസ്മിന്റെ അടുത്ത് പോകാതെ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായോ? എന്ത്? അവള് കുണുകുണാന്ന് ഇതേപോലെ പറഞ്ഞോണ്ടിരിക്കും. അത് കാര്യമുണ്ടായിട്ട്. എന്ത് കാര്യം ഉണ്ടായിട്ട്? ഇവിടെ ആകുമ്പോ ഒരു കുഴപ്പമില്ല. ഫോണിൽ കൂടെ കുണുകുണ പറയും, അപ്പോഴേ കട്ട് ചെയ്യും. അല്ല അങ്ങോട്ട് മാറ്റി വെക്കും. ചോറിട്. വേണ്ട, ഇത് മതി, ഞാൻ എടുത്തോളാം. കിട്ടിയാ? പിന്നെ കിട്ടാതെ ഇതൊക്കെ വരും കാര്യം ഞാൻ പറഞ്ഞു. ഇത് അവിടെ കാണും, എങ്ങും പോവില്ലെന്ന്. നീ ഒരുത്തനാണ് ഇളക്കി വിട്ടത്. പിന്നെ അല്ലാതെ വീട്ടിലെ സാധനല്ലേ. ഒന്നിനും ഒരു സമാധാനമില്ല. ഞാൻ മലയാളത്തിൽ പറഞ്ഞു ഇതവിടെ കാണൂന്ന്. കിട്ടിയാ? ഓ കിട്ടി.
നീ കൊണ്ടുപോയി ഇത് വെച്ചിട്ടേ ഞാൻ കിടന്ന് ഉറങ്ങിയതില്. പാർട്ടി ഓഫീസിൽ ഇട്ടുണ്ടായിരുന്നു. എടാ ഞാൻ പറഞ്ഞില്ലേ പാർട്ടി ഓഫീസിൽ നമ്മളെ ഒരു സാധനം ഒരു മനുഷ്യനും എടുക്കൂല. അവിടെ പിള്ളേർ ഭദ്രമായിട്ട് പൊതിഞ്ഞ് അവിടെ മാറ്റി വെച്ചിരുന്നു ക്ലീറ്റോടെ സാധനം എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെയാണ് നമ്മളവിടെ പാർട്ടിയിൽ നമ്മളെ വില കൊണ്ട് കൊടു. ക്ലീറ്റോ ചേട്ടൻ്റെ അതുകൊണ്ട് കിട്ടി. നമ്മൾ പുഴുങ്ങി തിന്നട്ട്. ഓ ബാക്കിയുള്ളവൻ്റെ സമാധാനവും കളഞ്ഞു. നീ വല്ലതും കഴിച്ചാടാ? ഞാൻ അന്തസ്സായിട്ട് കഴിച്ചു നായര കടയിൽ നിന്ന്. നല്ല അയല വറുത്തതും ഊണും 140 രൂപ. ഒരു മീൻ വാങ്ങിച്ചിട്ട് ഒരെണ്ണം കൂടെ വാങ്ങിച്ചു അവളോടുള്ള ദേഷ്യത്തിന്. എന്നിട്ട് 140 രൂപയുള്ളൂ. അയ്യോ എന്ത് ഇത് എന്റെ ട്രേ മാറി. ഇതല്ലേ അല്ല എന്റെ ട്രേ. അച്ഛമ്മയുടെ സാധനം ആരും കഴിയുന്ന തരത്തിൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അത് പൊതിഞ്ഞ് വെച്ചത്. പിള്ളേർ പൊതിഞ്ഞാട് വെച്ച് എൻ്റെ ആണെന്നും പറഞ്ഞു ഇത് പൊതിഞ്ഞാട് വെച്ചിരുന്നു. ഞാൻ നല്ല ഒന്നാന്തരത്തിന് നല്ല ഒന്നാന്തരം ട്രൈ ആയിരുന്നു. ഏതെടുത്താലും 69 രൂപ എന്ന് പറഞ്ഞ് മേടിക്കൂലേ, അവിടെ നിന്ന് മേടിച്ചതായിരുന്നു. ഇതിനെത്ര രൂപ വരുമായിരിക്കും? ഇത് നല്ല ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം 69 രൂപയ്ക്ക് ഇത് കിട്ടത്തില്ല. 100-150 രൂപ എങ്ങനെയാലും കൊടുക്കണം. 100-150 രൂപ ആണോ? എന്റെ പൊന്നേ, ഇവിടെ കിടന്ന് ഇതല്ലേ നല്ലത്? ഇല്ലാത്ത ചാട്ടമായി പോയി. 69ന്റെ ചാട്ടമൊന്നും അല്ലല്ലോ ഇവിടെ കിടന്ന് ചാടിയത്. ഇനിയിപ്പോ കിട്ടിയത് കിട്ടി അതവിടെ വെച്ചേക്ക്. ഇനി അവകാശമുള്ളെല്ലാം വരുമോ? ഇനിയൊന്നും ആരും വരൂല. നല്ല നല്ല സാധനം ഇത്. കൊള്ളാല്ലേ? അന്നല്ലേ ഭാഗ്യം. നല്ല രസമുണ്ടല്ലേ കാണാൻ? നല്ല കളറ്. ആ പൂക്കള്. ചേച്ചി ആണോ? ആ ട്രൈ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആണല്ലേ? ചുമന്ന കപ്പിൻ്റെ ഇതുള്ള അത് തന്നെ, അത് തന്നെ, അത് തന്നെ. ഇത് നമ്മളെ ട്രേയാ? ആ നമ്മളെ ട്രേ കാണാൻ എങ്ങനെയാണ് അതിൻ്റെ? വെള്ള അളിയ വെള്ള വെള്ള അല്ലേ? സ്വർണ്ണപ്പിടി. സ്വർണ്ണപ്പിടിയുള്ളത് ഉണ്ടാ ഉണ്ടാ. ആ ശരി ശരി. അപ്പോൾ അതവിടെ പൊതിഞ്ഞ് വെച്ചാൽ ഇത് പങ്കെത്തിക്കാം. ഓ ഓ ഓ ഓ ശരി 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 ശരി. ഓക്കെ ഓക്കെ. ഇപ്പം സാധാരണ മനുഷ്യനെ അവിടെ നിൽക്കാൻ പറയാം. ഇപ്പോൾ വരും. അവരോട് അത് എടുത്തോളാൻ പറ. ഇങ്ങോട്ട് എറി. അതിൻ്റെ ആളൊന്നും നിൽക്കണമെന്ന് പറയുമ്പോൾ കളിക്കാതെ എന്റെ പൊന്നുകളിട്ട് ഒരു ട്രേ അല്ലേ ഇങ്ങനെ? ഇങ്ങോട്ട് വിടുവണ്ണേ. 69ന്റെ ചാട്ടൊന്നും അല്ലല്ലോ നീ ചാടിയത്. അതെ ഇതെന്താ പ്രശ്നം എന്നറിയാമോ? അവിടെ ഈ പിന്നെ സാധാരണ മാഷിൻ്റെ വീട്ടിൽ നിന്ന് ട്രേ കൊണ്ടുവന്ന് നമ്മൾ കൊണ്ടുവന്ന് രാഘവന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് 3-4 ട്രേ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നമ്മൾ കൊണ്ടുപോകണം. വീട്ടോ അവർക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എടുത്തോളാൻ പറന്ന. വേണ്ട, അവനവൻ്റെ സാധനം വെച്ച് ഉപയോഗിച്ചാൽ മതി. നിന്റെ 69 രൂപയല്ലേ? ഇത് ഇത്തിരി കൂടിയതാണ്. നിനക്കതേ പറഞ്ഞിട്ടുള്ളൂ. ഡേ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യം ഇതൊന്ന് പാർട്ടി ഓഫീസിലെത്തിക്ക്. അൻസാർ അവിടെ നിൽപ്പുണ്ട്, സാറാന്ത് മാഷ് അവിടെ നിൽപ്പുണ്ട്. ഒരാട്ടോ വിളിച്ചു പോ. 100 രൂപ എന്തിന്? പൊട്ടക്കൂലി. ഓട്ടോറിക്ഷ ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. 60 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആവും. 30 രൂപ 30-60 രൂപ. ഇതാ 50 രൂപ ആവുള്ളൂ. നീ സംസാരിച്ച പോയിട്ട് പെട്ടെന്ന് വാ. അതും നമുക്ക് പോയിട്ട് വാടാ. ഓ അവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എടുത്തോണ്ട് വാ. ഇതിപ്പോ ഓട്ടോറിക്ഷ വിളിച്ചൊന്നും കൊണ്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോ ക്ലീറ്റോ ചേട്ടൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോ 140 രൂപ. റൊണാൾഡോ അച്ചാച്ചന് ഓട്ടോ കൂലി കൊടുത്തത് 60 രൂപ, 200. ചേച്ചിയുടെ കണക്കിന് 69 രൂപയുടെ 3 എണ്ണം വാങ്ങിച്ചിട്ട് ബാക്കിക്ക് മിഠായി വാങ്ങിക്കായിരുന്നു. ഇപ്പൊ 50 നഷ്ടമായി പോയി. ചില പെണ്ണുങ്ങൾ അങ്ങനെയാടി. 3 രൂപയുടെ സ്പൂൺ ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞാൽ നേരെ പോകും 50 രൂപ ചിലവാക്കിട്ട് ഫ്രീ മേടിക്കാനായിട്ട്. 10 രൂപ നഷ്ടപ്പെട്ട 10,000 രൂപയുടെ ഉറക്കക്കുറവും മനോവിഷമവും. പക്ഷെ നമ്മളെപ്പോലുള്ള ആണുങ്ങൾക്ക് എന്താണെന്നറിയാമോ? മനസമാധാനം കിട്ടാൻ വേണ്ടി ഇനി 1000 അല്ല 10,000 പോയാലും പ്രശ്നമില്ല എന്ന് ചോദിക്കും. ഇപ്പൊ എനിക്കിത്തിരി മനസമാധാനം കിട്ടി. ഓ രൂപ ഒരു കാര്യമില്ലാതെ പോയി. ഓർത്തിട്ട് വിഷമമായിരുന്നു. ഒരു കാര്യം ഇല്ലാതെ പോയതല്ല നിന്റെ അതികുന്തം. നിനക്ക് ഒരു അല്പസമാധാനം നീ കാണിച്ചെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പാർട്ടി ഓഫീസിൽ നിന്ന് അത് എടുത്തുകൊണ്ട് തരുമായിരുന്നു. അപ്പം ഇല്ലയോ, അതില്ലാതെ എനിക്കൊന്നും ഉറങ്ങാക്കൂല, അവൾക്ക് തിന്നാക്കൂല. ഓഹോ, എനിക്ക് ഒന്നാമത്തെ എൻ്റെ അടുക്കളയിൽ നിന്ന് ഒരു സാധനം പോണത് ഇഷ്ടമല്ല. ഞാനത് അങ്ങനെ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ട്രേയാ. അടുക്കളയിൽ നിന്ന് സാധനം അങ്ങ് ദുബായിലൊന്നും പോയില്ലല്ലോ. പാർട്ടി ഓഫീസിൽ പോയിട്ട് അത് തിരിച്ച് വരുമല്ലോ. അറിയോ അത് വരുമോ? എടുക്കാൻ പോയിട്ടുണ്ടല്ലോ ആള്. നീ സമാധാനമായിട്ട് ഇല്ല. എന്നാലും 200 രൂപ പോയില്ലേ? എന്തോരം കാര്യങ്ങൾ കാണായിരുന്നു അതുകൊണ്ട്. ഓ അയ്യോ, ആ ജീവിതത്തിലെ കുറച്ചൊക്കെ ക്ഷമയും സമാധാനവും വേണം. ആണുങ്ങൾ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് അനുസരിക്കും. അയ്യോ കിട്ടിയോടാ? കിട്ടിയിട്ട്. ഓ എന്റെ ദൈവമേ. ഓ അയ്യോ, അവളെ നെഞ്ചിലെ കല്ലിറങ്ങട്ടെ. അല്ലേ അമ്പജാഷാണ് ഒരു 60 രൂപയുടെ ഓട്ടോക്കൂലി ബാക്കി കൊടുക്കണം. എന്തിന്? സ്കൂൾ ജംഗ്ഷൻ അതിലേ പോകത്തില്ല, കോൺക്രീറ്റ് ചെയ്തിട്ടേക്കില്ലേ, വൈലിക്കട വഴിയാ പോയെ. എന്റെ പൊന്നോ, അതിക്രമം. പിന്നെ ഓട്ടോ വിളിച്ചോണ്ട് പുഴുങ്ങി ഇതെന്നാന്നറിയാവോ? ഞാൻ അതേപോലെ നോക്കിയിരുന്ന് മേടിച്ചതല്ല. വേറെ ആർക്കും ഇല്ലല്ലോ ട്രേ. ഇതിനേക്കാളും ഗമയുള്ള ട്രേയാണ് ഇപ്പൊ ഇവിടെ ആളുകൾ കൊണ്ടുവരണത്. പിന്നെ
പൊട്ടിയടാ? എനിക്കറിയത്തില്ല. അവിടെ പൊതിഞ്ഞ് വെച്ചിട്ട് ഞാൻ പോയി എടുത്തോണ്ട് വന്നു. അയ്യോ ചിന്ന ഭിന്നമായി പോയി. നീ ഇത് തന്നെയാണ് നമ്മുടെ 250 രൂപ പോയെങ്കിൽ എന്ത്? 69 രൂപ ട്രയ തിരിച്ചു കിട്ടിയില്ലേ?